കേരളത്തിലെ തീവണ്ടി യാത്രാ ദുരിതവുമായി ബന്ധപ്പെട്ട് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ നൽകിയ നിവേദനത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം ആവശ്യപ്പെട്ടതായി സിഇ ചാക്കുണ്ണി. നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ ആശ്വാസ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. തീവണ്ടി യാത്രക്കാരുടെയും ജീവനക്കാരുടെയും നേരെയുള്ള അതിക്രമങ്ങളും ദുരിതങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ AV അനൂപും വർക്കിംഗ് ചെയർമാൻ ഷവലിയർ സിഇ ചാക്കുണ്ണിയും ചേർന്ന് പ്രധാനമന്ത്രിക്കും മറ്റ് ബന്ധപ്പെട്ടവർക്കും നിവേദനം സമർപ്പിച്ചത്. നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ സ്വീകരിച്ച നടപടികൾ ജീവനക്കാർക്കും യാത്രക്കാർക്കും ആശ്വാസകരമായെന്ന് സിഇ ചാക്കുണ്ണി പറഞ്ഞു. റെയിൽവേയിലെ പല പ്രശ്നങ്ങൾക്കും കാരണം യാത്രക്കാരുടെ വർധന അനുസരിച്ച് പുതിയ വണ്ടികൾ, നിലവിലുള്ള വണ്ടികളിൽ കൂടുതൽ ബോഗികൾ, ആഘോഷ അവധിവേളകളിൽ തിരക്കുള്ള റൂട്ടുകളിൽ സ്പെഷ്യൽ വണ്ടികൾ എന്നിവ അനുവദിക്കാത്തതും, സ്ലീപ്പർ ജനറൽ കോച്ചുകൾ കുറച്ചതും ഓവർ ക്രൗഡുമാണെന്ന് ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. രണ്ടാമത്തെ വന്ദേ ഭാരതിൽ 8 ബോഗികളായിട്ട് അവിടുന്ന് അത് 16 ബോഗികളാക്കണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പകുതിയധികം യാത്രക്കാരെല്ലാം ഓടുന്ന മംഗലാപുരം ഗോവ വന്ദേ ഭാരത് കോഴിക്കോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും, ഇപ്പോൾ പൊള്ളാച്ചി വഴി നിർദ്ദേശ ഡബിൾ ഡെക്കർ കോയമ്പത്തൂരിൽ നേരിട്ട് പാലക്കാട് ഷൊർണൂർ കോഴിക്കോട്ട് എത്താനും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആവശ്യ റെയിൽവേ ഉദ്യോഗസ്ഥരെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ശുചീകരണ തൊഴിലാളികൾ മുതൽ ലോക്കോ പൈലറ്റ് വരെയുള്ള തസ്തികകളിലെ വർഷങ്ങളായുള്ള ഒഴിവുകൾ നികത്തുക, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, കോയമ്പത്തൂരും മംഗലാപുരത്തും മണിക്കൂറുകളോളം വെറുതെ കിടക്കുന്ന ട്രെയിനുകൾ കേരളത്തിലേക്ക് നീട്ടുക, സുരക്ഷാ സംവിധാനവും പബ്ലിക് റിലേഷനും മെച്ചപ്പെടുത്തുക, പാളം മുറിച്ചു കടക്കുന്നവരെയും തീവണ്ടികൾക്ക് നേരെ കല്ലെറിയുന്നവരെയും ബോധവൽക്കരിക്കുക എന്നീ നിർദ്ദേശങ്ങളാണ് നിവേദനത്തിലുള്ളത്. വരുമാനം വർദ്ധിപ്പിക്കാൻ റെയിൽവേ കാണിക്കുന്ന ശുഷ്കാന്തി യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കും സ്വീകരിക്കണമെന്നും മുതിർന്ന പൗരന്മാരുടെ നിർത്തലാക്കിയ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും സിഇ ചാക്കുണ്ണി ആവശ്യപ്പെട്ടു. കേരളത്തിലെ രണ്ടാമത്തെ വന്ദേ ഭാരത് കോച്ചുകൾ 16 ആക്കുക, പകുതിയിലേറെ യാത്രക്കാരില്ലാതെ ഓടുന്ന മംഗലാപുരം ഗോവ വന്ദേ ഭാരത്, കോയമ്പത്തൂർ ബാംഗ്ലൂർ ഡബിൾ ഡെക്കർ എന്നിവ കോഴിക്കോട് വരെ നീട്ടുക, തിരുവനന്തപുരം ഡിവിഷനിലെ പ്രധാന സ്റ്റേഷനുകളിൽ 20 രൂപയ്ക്ക് ഉച്ചഭക്ഷണവും 3 രൂപയ്ക്ക് കുടിവെള്ളവും ഏർപ്പെടുത്തുക, IRTCയുമായി ചേർന്നൊരുക്കിയ കൗണ്ടറുകൾ മറ്റ് ഡിവിഷനിലേക്കും വ്യാപിപ്പിക്കുക എന്നീ ആവശ്യങ്ങളും സംഘടന ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക നൃത്ത ദിനത്തിൽ കഥക് നൃത്താവതരണവുമായി ഗിരിധർ കൃഷ്ണയും സംഘവും. നൃത്താങ്കൺ 2024